കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളിയുടെ മകൾക്ക് MBBS അഡ്മിഷൻ. കാഷ്യൂ കോർപ്പറേഷന് നന്ദി പറഞ്ഞ് കശുവണ്ടി തൊഴിലാളികൾ. കാഷ്യൂ കോർപ്പറേഷന്റെ കണ്ണന്തല്ലൂർ ഫാക്ടറിയിലെ പീലിംഗ് തൊഴിലാളി ശ്രീകലയുടെയും കൂലിപ്പണിക്കാരനായ സുരേഷിന്റെയും മകൾ നവ്യ സുരേഷിനാണ് ഇത്തവണ ESI കോട്ടയിൽ ചെന്നൈ മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചത്. നവ്യയെ കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കോടതിയിൽ പോയി കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വഴിയൊരുക്കിയ ചെയർമാനെ കശുവണ്ടി തൊഴിലാളികളും തിരികെ ആദരിച്ചു. നവ്യയുടെ അമ്മ ഇവിടുത്തെ തൊഴിലാളിയാണ്. നവ്യയുടെ അച്ഛനും അമ്മയും ഇവിടുത്തെ തൊഴിലാളികളായിരുന്നു. ഫലത്തിൽ ഒരു കശുവണ്ടി തൊഴിലാളി കുടുംബത്തിലാണ്, കോർപ്പറേഷൻ്റെ ഒരു കുടുംബത്തിലെ ഒരംഗത്തിനാണ് MBBSന് അഡ്മിഷൻ കിട്ടിയത്. നവ്യയ്ക്ക് കൂടി അഡ്മിഷൻ കിട്ടുന്നത് വഴി കാഷ്യൂ കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ മക്കളിൽ 17ാമത് അഡ്മിഷൻ കിട്ടുന്ന മിടുക്കിയായ കുട്ടിയാണ് നവ്യ. ഡോക്ടറാകണമെന്ന ആഗ്രഹം മകൾ കുട്ടിക്കാലം മുതൽ പ്രകടിപ്പിച്ചു. തന്നാൽ MBBS അഡ്മിഷൻ ലഭിച്ചതിൽ അഭിമാനമെന്ന് അമ്മ ശ്രീകല പറഞ്ഞു. അക്ഷരം പഠിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് തുടങ്ങുന്നതാണ് ഞാനൊരു ഡോക്ടറാവും. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കുടുംബം വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊരു ഡോക്ടറാവുക. നമ്മുടെ ESI ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ESI വെച്ച് എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടി. അന്നേരം അവിടെ വെച്ചാണ് അമ്മയുടെ കമ്പനി മുഖാന്തരം, അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനം മുഖാന്തരമാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് 4 പേരോട് പറയാൻ തുടങ്ങിയത്. അന്നേരമാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്. കുട്ടിക്കാലത്ത് തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും അധ്വാനത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ നബിക്കിത് അഭിമാനം. സന്തോഷം. പിന്നെ അമ്മയ്ക്ക് ESI ഉണ്ടായതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അത് അമ്മയ്ക്കും ഭയങ്കര പ്രൗഡാണത്. അപ്പോൾ എനിക്കും അതിൽ സന്തോഷമുള്ളൂ. മോളായത് കൊണ്ടാണ് ഇപ്പോൾ ESI മെഡിക്കൽ കോളേജിൽ കിട്ടിയത്. സന്തോഷം. ESI കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്ന വിവരങ്ങൾ തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിഞ്ഞു. സഹായിക്കാൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും തയ്യാറായി. 9 വർഷത്തിനിടെ കാഷ്യൂ കോർപ്പറേഷന്റെ ശ്രമഫലമായി 17 കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് MBBSൽ അഡ്മിഷൻ ലഭിച്ചു. 25,000 രൂപ പഠന ചെലവും കാഷ്യൂ കോർപ്പറേഷൻ നൽകുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മക്കൾ അതേ പണി തന്നെ ചെയ്യണമെന്നുള്ളതൊക്കെ പഴങ്കഥയാണ്. അതെല്ലാം മാറിയിട്ട് കുറേ കാലമായി. കാഷ്യൂ കോർപ്പറേഷൻ്റെ അന്നൊരു ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുമായിരുന്നു. അതൊക്കെ അതിജീവിച്ചത് യുക്തമായ ആ സമയങ്ങളിലെടുത്ത തീരുമാനം കൊണ്ട് മാത്രമായിരുന്നു. ഇപ്പം നമ്മുടെ നവ്യ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 17ാമത്തെ വിദ്യാർത്ഥി കൂടിയാണ്, MBBS വിദ്യാർത്ഥിയാവുകയാണ്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.